ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി പാർട്ടി വെയർ ഗൗണിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് 2 ബീഡ്സ് ആണ്. ഞാനിപ്പോൾ ഇവിടെ കറുപ്പ് കളറിലുള്ള 2 ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്നത് എടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതേ കളർ തന്നെ ബീഡ്സ് എടുക്കുക. പിന്നെ നമുക്ക് സ്റ്റോൺ എടുക്കാം. പക്ഷേ ഞാനിവിടെ ഹാഫ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ഹാഫ് ബീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സ്റ്റോൺ ആണ്. കറുപ്പ് കളറിലുള്ള സ്റ്റോൺ ആണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അതാ കണ്ടില്ലേ, വൈലറ്റ് കളർ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കറുപ്പ് നമുക്ക് ചേരും. അതുകൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലൂ എടുക്കണം ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ 2 ബീഡ്സ് നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു 2 ബീഡ്സ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. നമ്മൾ റൗണ്ട് നെക്കിലാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ റൗണ്ട് നെക്കിൻ്റെ തൊട്ട് താഴത്തേക്ക് നമുക്കൊരു 1.5 ഇഞ്ച്, ഒരു 2 ഇഞ്ചോളം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നമുക്ക് തിക്കായിട്ട് വേണം ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ യോക്ക് പോർഷനിലായിട്ട് വരുമ്പോൾ കുറച്ച് തിന്നായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ളത്. നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ബീഡ്സ് ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ട് നമ്മൾ കുറച്ച് തിന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ B7000ൻ്റെ ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുമ്പോൾ ഫാബ്രിക് ഗ്ലൂ ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഹാഫ് ബീഡ്സും സ്റ്റോൺസും ഒക്കെ ഒന്ന് തിക്കായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് സ്റ്റോണൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പേൾസ് ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ കട്ട് ബീഡ്സ് ഇടയ്ക്ക് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളിതുപോലെ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ തൊട്ട് താഴത്തേക്ക് കുറച്ച് തിക്കായിട്ടും അവിടെ നിന്ന് താഴത്തേക്ക് യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് തിന്നായിട്ടുമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. പക്ഷെ നമുക്കിത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. പിന്നെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ 48 മണിക്കൂർ തന്നെ റെസ്റ്റിന് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് ഈ ഒരു സ്റ്റോൺ ഇളവി വരാതെ അവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ സ്ലീവിലും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ഗൗണിൻ്റെ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കേണ്ട ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്